തൃശൂരിൽ കനത്ത കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണതിൽ കോർപ്പറേഷന്റെ വീഴ്ച വ്യക്തം. മേൽക്കൂരയുടെ തകരാർ കണ്ടിട്ടും കോർപ്പറേഷൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്ന് തെളിയിക്കുന്ന ചിത്രം 24-ന് ലഭിച്ചു. തൂൺ മുറിച്ചു മാറ്റിയ ശേഷം മേൽക്കൂര അതേപടി നിലനിർത്തിയതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്ന് അല്പസമയം മുൻപാണ് തൃശ്ശൂരിൽ കനത്ത കാറ്റിലും മഴയിലും വലിയ അപകടമുണ്ടായത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ അതിൽ കോർപ്പറേഷന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. സൂരജ് സജി വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, മേൽക്കൂരയ്ക്ക് തകരാറുണ്ട്, അത് വ്യക്തമാണ്. പക്ഷേ കോർപ്പറേഷൻ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൂൺ മുറിച്ച് മാറ്റി അതിനുശേഷം മേൽക്കൂര അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ വലിയ അപകടത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഗുരുതരമാണ് കോർപ്പറേഷന്റെ അനാസ്ഥ? അനുജ, കോർപ്പറേഷന്റെ വീഴ്ച അത് വ്യക്തമാണ്. അനുജ, ഈ മുറിച്ചു മാറ്റിയ തൂണാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിലുള്ള ചിത്രവും ഇതുമായി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾ പുറത്തുവിട്ട ആ ചിത്രത്തിലുണ്ട്. ഈ തൂണായിരുന്നു റോട്ടിലേക്ക് വീഴാകുന്ന തരത്തിൽ മേൽക്കൂര ചാഞ്ഞ് ഇവിടെ നിന്ന് ഈ തൂൺ ഇളകിപ്പോകുന്നു. ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ തൂൺ ഇളകിപ്പോകുന്നു. ക്യാമറ ഒന്ന് വൈഡാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. എന്നിട്ട് ഈ തൂൺ ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന തരത്തിൽ ഈ തൂൺ തൂങ്ങിക്കിടക്കുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഈ സൈഡ് മാത്രം റോഡിലേക്ക് തള്ളി ഈ തൂൺ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഭാഗം മുറിച്ചെടുത്ത് ആ ഭാഗം ഇവിടെ സൂക്ഷിക്കുന്നു. ബാക്കി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മേൽക്കൂര പിന്നീട് നിന്നിരുന്നത് അനുജ ഈ കാണുന്ന ഈ ഒറ്റ തൂണിലാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ തൂണിലേക്കാണ്. ഇന്ന് ശക്തമായ കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ മേൽക്കൂരയിൽ ആകെ ഈ ബലത്തിലുണ്ടായിരുന്ന ഈ തൂണ് അത് ഇങ്ങോട്ട് ചായുകയായിരുന്നു. ചാഞ്ഞ് അത് പിന്നീട് ഈ പേപ്പറൊക്കെ പറന്നു പോകുന്ന പോലെ ദൃശ്യത്തിൽ നമുക്ക് കാണാം. അത് പറന്നു പോയാണ് ആ കാണുന്ന എതിർവശത്ത് അവിടെ വീഴുന്നത്. അതിന്റെ ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഭാഗ്യം തുണച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടം ഒഴിവായത്. കാരണം ആ സമയത്ത് 2 ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ കൃത്യമായി പാസ് ചെയ്യുന്ന സമയത്താണ് ആ ഷീറ്റ് താഴേക്ക് വീഴുന്നത്. ഈ ഷീറ്റ് വീഴുന്നത് കണ്ട് ഒരു ഓട്ടോറിക്ഷ ബ്രേക്ക് ഇട്ട് നിർത്തുന്നതും ആ CCTV ദൃശ്യത്തിൽ കാണാം. ഈ മുകളിലത്തെ നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാകും എത്രത്തോളം വലിയൊരു അപകടമായിരുന്നു തൃശ്ശൂർ നഗരത്തിൽ നടന്നത്. ഇത് MO റോഡാണ്, തൃശ്ശൂർ കോർപ്പറേഷൻ മുന്നിലുള്ള മുനിസിപ്പൽ ഓഫീസ് റോഡാണ് ഈ കാണുന്നത്. എപ്പോഴും തിരക്കുള്ള റോഡാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ അപകടത്തിന് ശേഷം സ്വരാജ് റൗണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഗതാഗത തിരക്ക് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ വൈകുന്നേരമായാൽ സ്വാഭാവികമായും ഈ തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്. പക്ഷേ ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് മഴ പെയ്യുന്നത്. ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന യാത്രികരെല്ലാം തന്നെ പെട്ടെന്ന് വാഹനം ഒതുക്കി സൈഡിലേക്ക് മാറുന്നു. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ആ 2 ഓട്ടോറിക്ഷ മാത്രമായിരുന്നു ഈ മേഖലയിലേക്ക് വന്നത്. അത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി അടക്കം കുറച്ചത്. ഈ അപകടം ഉണ്ടായ വേളയിൽ കോർപ്പറേഷന്റെ പ്രതിയായിട്ടുള്ള ഭരണകക്ഷി അംഗങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇത്തരത്തിലൊരു പരാതി, അതായത് ഈ ഷീറ്റ് മേൽക്കൂര തകർന്നിരിക്കുകയാണെന്നൊരു പരാതി തങ്ങൾക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആഴ്ചകൾക്ക് മുമ്പ് ഈ മേൽക്കൂര അപകടത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെ പോയതാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചത്. അനുജ, അതെ, ആ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീഴുന്നത്. ആ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം തന്നെ ഇത് അപകടാവസ്ഥയിലാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി 24 പുറത്തുവിടുകയാണ്. കോർപ്പറേഷന്റെ ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ അങ്ങനെ ഒരു പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന നിലപാടിൽ, തങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോർപ്പറേഷൻ.